ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് പോർട്രേറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് വരക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുന്നത് എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഡ്രോയിങ് അറിയുന്നവർക്കും ആർട്ടിസ്റ്റ് ആയവർക്കും അല്ലാത്തവർക്കും ഏതൊരാൾക്കും വളരെ ഈസിയിൽ ഒരു ഫോട്ടോ കണ്ടാൽ അത് അതുപോലെ തന്നെ പേപ്പറിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരു ട്രിക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരക്കാം എന്നുള്ളൊരു ട്രിക്കാണ് ഞാനിതിൽ പറയുന്നത്, ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇത് 2 എപ്പിസോഡായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഗ്രിഡ് മെത്തേഡ് എന്താണെന്നും എങ്ങനെ ഒരു ഔട്ട്ലൈൻ വരക്കാമെന്നും ആണ് പറയുന്നത്. ഗ്രിഡ് മെത്തേഡിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണും മൂക്കൊക്കെ വരക്കാൻ നേരത്ത് അതിൻ്റെ ഡയമെൻഷൻസ് മാറിപ്പോവാം, അതുപോലെ മെഷർമെൻ്റൊക്കെ നമുക്ക് മാറിപ്പോവാം. ഒന്ന് ചെറിയ കണ്ണാകുമ്പോൾ ഒന്ന് കുറച്ച് വലുതാവും, അതുപോലെ ഒന്ന് കുറച്ച് താഴെ പോവുക, അതുപോലെ പല മിസ്റ്റേക്കുകൾ നമ്മൾ വരക്കുമ്പോൾ സംഭവിക്കാം. ഈ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്ത് വരക്കാനുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഏകദേശം ഒരു 90% നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമുക്ക് എങ്ങനെ ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് വരക്കാമെന്ന് നോക്കാം. റെഫറൻസ് പിക്ക് കിട്ടിയാൽ ഉടനെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ അത് ഗ്രിഡിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ്. അതിന് നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡ്രോയിങ് ഗ്രിഡ് മേക്കർ ആപ്പ് എന്നാണ് ആപ്പിൻ്റെ പേര്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക, ഗാലറിയിൽ നിന്ന് ഇമേജ് സെലക്ട് ചെയ്യുക. എത്ര നമ്പർ ഓഫ് റോസ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 11 എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ ചെയ്യാം. അതുപോലെ നമുക്ക് പെൻസിൽ ഡ്രോയിങ് ആയതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കാം. ഇതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. കളർ വേണമെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പണി തീർന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇത് എങ്ങനെ പേപ്പറിലേക്ക് കൺവെർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. പിക്ചറിൽ എത്ര ഗ്രിഡ് ഉണ്ട് അത് അതുപോലെ തന്നെ പേപ്പറിലേക്ക് കൺവെർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഏകദേശം സ്ക്വയർ ആയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 2 സെൻറ്റിമീറ്റർ നീളവും 2 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്ക്വയറായിട്ട് നമുക്ക് ഏകദേശം 11 റോസും അതുപോലെ 8 കോളമാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ 8 കോളം നമുക്ക് അടയാളപ്പെടുത്തുക. ഗ്രിഡിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രത്തെ ചെറുതാക്കാണ്. ഒരു ഗ്രിഡിൽ എത്ര ഭാഗമുണ്ട് ആ ഭാഗം ആ ഗ്രിഡിൽ നമ്മൾ വരക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ ചെയ്താൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഗ്രിഡിനുള്ളിലുള്ള ഓരോ സംഭവങ്ങളും നമ്മൾ പേപ്പറിലേക്ക് പകർത്തിയപ്പോൾ അവസാനം നമ്മുടെ ഔട്ട്ലൈൻ പക്കയായിട്ടുണ്ട്. മമ്മൂട്ടി ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്.
നമുക്ക് നാളത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഇത് പോർട്രേറ്റ് രീതിയിലാക്കാം, അതാണ് നാളത്തെ വീഡിയോയിൽ ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്, നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പോൾ ഓക്കെ, ബൈ.